പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സൂര്യൻ്റെ തേജസ്സാർന്ന ഈ ഒരു മുഖം എൻ്റെ മനസ്സിൽ ഒട്ടനവധി തീരുമാനങ്ങൾക്കുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു. മഴക്കാലത്ത് കിട്ടുന്ന വെയിലുള്ള ഒരു പകൽ വളരെ സന്തോഷം നിറഞ്ഞത് തന്നെയാണ്. പുറത്തുള്ള കുറച്ച് ജോലികൾ ചെയ്തു തീർക്കണമെന്നുള്ള ഉറച്ച തീരുമാനമെടുത്തപ്പോഴാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ മഴ ചാടി വീണത്. താളവും ലയവും ശ്രുതിയും എല്ലാം ചേർന്ന് നല്ലൊരു സംഗീത വിരുന്ന് തന്നെയാണ് ഇന്ന് മഴ ഒരുക്കി തന്നത്. ഉമ്മറത്തെ ചാരുപടിയിൽ ഇരുന്ന് മഴയുടെ സംഗീതം ആസ്വദിക്കുക പതിവാണ്. കുറച്ച് സമയത്തിന് ശേഷം മഴയുടെ മുഖഭാവങ്ങളൊക്കെ മാറി. ഇലത്തുമ്പുകളിൽ നിന്നെല്ലാം മഴത്തുള്ളികൾ താഴേക്ക് ഉറ്റി വീഴുന്നുണ്ട്. മഴ ഈ കുഞ്ഞു പൂവിൻ്റെ കവിളുകളിലും തലോടിക്കൊണ്ടിരുന്നു. തണുപ്പത്ത് നല്ലൊരു കട്ടൻ ചായ അത് നിർബന്ധമുള്ള കാര്യമാണ്. എന്തായാലും നല്ലൊരു ചായ ഉണ്ടാക്കിയെടുത്തു. ഇവിടെ ഒരാൾ നേരം വെളുത്തതും മഴ വന്നതും ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. വരാന്തയിലെത്തി എൻ്റെ കയ്യിൽ നിന്നും ഒരു തല്ല് വാങ്ങാതെ എണീറ്റ് പോകുന്ന ഒരു സ്വഭാവക്കാരനേ അല്ല. എന്തായാലും അടുക്കളയിൽ കയറി. ഉണ്ണിത്തമ്പുരാൻ എണീറ്റ് വരുന്ന സമയത്ത് ദോശ റെഡിയായില്ലെങ്കിൽ ഇവിടെ ഒരു പുകില് തന്നെ നടക്കും. മൂപ്പർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ദോശ. കോഴിമുട്ട പുഴുങ്ങിയത് കഴിക്കാൻ മടിയുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ദോശയിലിട്ട് ചേർത്തൊക്കെയാണ് അവന് കോഴിമുട്ട കൊടുക്കാറുള്ളത്. ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ദോശയായതുകൊണ്ട് തന്നെ അതിലേക്ക് നല്ലൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നന്നായി വാട്ടിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതുപോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരൽപ്പം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തായാലും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരൽപ്പം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മഴയിൽ സ്പെഷ്യലായിട്ട് വരാന്തയിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി 3 പോപ്കോണും പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മഴ അതിൻ്റെ എല്ലാ ഭാവങ്ങളും കാണിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്കിന്നൊരു സ്പെഷ്യൽ ബിരിയാണി തയ്യാറാക്കാം. ചിക്കൻ ഇതുപോലെ വേവിച്ചെടുത്ത് നന്നായി ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ കുറച്ച് സവാള അരിഞ്ഞത്, ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തതും, ഇനി ഒരൽപ്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കണം. ചിക്കൻ നമ്മൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതുപോലെ കട്ടിയുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം കറിവേപ്പിലയും സവോളയും ഇട്ട് വഴന്നതിന് ശേഷം പിച്ചി വെച്ച ചിക്കൻ അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു അടപ്പ് വെച്ച് നമുക്കിതൊന്ന് ആവിയിൽ വേവിക്കണം. ഒരല്പനേരം ഇതുപോലെ അടച്ചു വെച്ച് ആവിയിൽ വെന്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ചിക്കൻ മാറ്റിയെടുത്ത പാനിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നതോടൊപ്പം തന്നെ നമുക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട എന്നിവ പൊടിച്ചത് ഇതിനോട് ചേർത്ത് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം.
ഇനി നമുക്കതിലേക്ക് ഒരല്പം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല അടപ്പ് കൊണ്ട് അടച്ച് ആവിയിൽ നമുക്ക് തക്കാളിയെ വേവിച്ചെടുക്കണം. ആവി നന്നായി കയറിയിട്ടുണ്ട്. ഇനി അതൊന്ന് അടപ്പ് തുറന്ന് അതിലേക്കൊരൽപ്പം തൈര് ചേർത്ത് കൊടുക്കാം. ഇനി തൈരും തക്കാളിയും ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈരും തക്കാളിയും കൂടെ നന്നായി വേവാൻ വേണ്ടി ഒന്നുകൂടെ അടച്ചു വെക്കാം. ഇനി അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം തയ്യാറാക്കി വെച്ച ചോറെടുത്ത് മസാലക്കൂട്ടിന് മുകളിലേക്ക് പരത്തിയിടാം. ഇനി ഇതുപോലെ നന്നായി ഒന്ന് പരത്തി റെഡിയാക്കിയ ശേഷം ഇനി അതിന് മുകളിലേക്ക് തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ഇട്ട് നന്നായി പരത്തിയെടുക്കാം. ബാക്കിയുള്ള ചോറ് കൂടി അതിന് മുകളിൽ ഇതുപോലെ പരത്തിയിട്ടതിന് ശേഷം നമുക്ക് ഇനി ഒരല്പം തൈര് കൂടെ ചോറിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഒരല്പം ചിക്കൻ ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുത്തതിന് ശേഷം നന്നായി ആവി പോകാത്ത രീതിയിൽ നമുക്ക് അടച്ചെടുക്കാം. അരമണിക്കൂർ ആവി പോവാതെ അടച്ചു വെച്ചതിന് ശേഷം വിളമ്പിയെടുക്കാം. ഇറച്ചിയൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണി റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ബിരിയാണി വിളമ്പുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്മെല്ല് പുറത്ത് വരാൻ തുടങ്ങിയപ്പോഴുള്ള ഒരാളുടെ അവസ്ഥ നമുക്ക് കണ്ടു നോക്കാം. ഇന്ന് വളരെ അനുസരണയോടെയാണ് ആൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോറ് ഇവന് തന്നെ വിളമ്പിക്കൊടുക്കണം. ഇവന് ചോറ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു മുളകച്ചാറും കൂടെ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി എണ്ണയിൽ നമ്മൾ കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചെറുതായി അരിഞ്ഞ് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഉലുവയും കടുകും വറുത്ത് നന്നായി പൊടിച്ച് വെക്കണം. ഉലുവയും കടുകും പൊടിച്ചതും ശർക്കരയും ഒക്കെ ചേർത്ത് നല്ലൊരു മുളകച്ചാർ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. മുളകച്ചാറിൻ്റെ റെസിപ്പി നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. മുളകച്ചാറും നല്ല ചിക്കൻ പിച്ചിയ ബിരിയാണിയും പുറത്ത് നല്ല അടിപൊളി മഴയും അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഇനി ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞ് നാളെ ഇടാനുള്ള വീഡിയോയിലേക്കുള്ള നെട്ടോട്ടത്തിലാണ്. പിന്നീടുള്ള ഈ ഒരു യാത്രയുടെ തുടക്കം എന്തിനാണെന്നും ഏതാണെന്നും പിന്നീടൊരു വീഡിയോയിൽ നമുക്ക് പറയാം. മഴയുടെ സംഗീതവും ബിരിയാണിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ മുളകച്ചാറിൻ്റെ രുചിയുള്ള എരിവും കൂടെ ചേർന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതുമയാർന്ന വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് വളരെ സന്തോഷത്തോടെ എനിക്ക് മറുപടികൾ അയക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.